ഓണാണോടി? കളിച്ചപ്പോൾ വീണതിൻ്റെ. ചേട്ടാ ഒരു ഇൻട്രോ പോലെ തന്നായിരുന്നെങ്കിൽ. ഓ ആവല്ലോ. എൻ്റെ പേര് എബിൻ, വയസ്സ് 24. ഞാനിപ്പോൾ എൻജിനീയറിങ് കഴിഞ്ഞു, ടെക്നോ പാർക്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുക. ഞാൻ രാഹുൽ, 23 വയസ്സ്. ഞാൻ എൻജിനീയറിങ് ചെയ്യുക, പക്ഷേ കൂടെ ഉള്ളതൊക്കെ അത് കഴിഞ്ഞ് പോയി. പേര് അലക്സ്, 23 വയസ്സ്. എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ അൺഎംപ്ലോയിഡ് ആയിട്ട് ഇങ്ങനെ നടക്കുക. ചേട്ടാ തലയിലെന്താ പറ്റിയേ? വഴിയെ പറയാം. മനു ഏതോ ഒരു ദിവസം എവിടുന്നോ കയറി വന്നവനാണ്. നമ്മളന്ന് ഫുട്ബോൾ കളിക്കരുത്. എടാ നോക്കി കളിക്കാടാ. നൈസ് കളിയടാ, കളിക്കാറുണ്ട് പോളാ. നീ ഏതാടാ? ചേട്ടാ ഞാനും കുറച്ചു നേരം കൂടെ കളിച്ചോട്ടെ. ഒരു ഗോൾ അടിച്ചിട്ട് ചോദിക്കാത്ത എന്ത്? അതേട്ടാ ഒരു വള്ളി ഉണ്ടായിരുന്നു, അതിൽ നൂരായിരുന്നു. എടാ വല്ല വിഷയമെല്ലാം വാങ്ങി എടുത്ത് കള. അതാണ് അല്ല അകത്തല്ലേ പോയി ഊണ് കളിക്കേണ്ടി വരും. കുറച്ച് നേരത്തേക്ക് മതി ചേട്ടാ. നിന്റെ പേരെന്താ? ചേട്ടാ മനു. സീനൊന്നും ഉണ്ടാവില്ല ചേട്ടാ. കണ്ടിട്ട് അങ്ങനെ വലിയ വള്ളിയായിട്ട് തോന്നില്ല. ഒരു കളിയല്ലേ, കളിച്ചു. അളിയൻ പിന്നെ എല്ലാവരുമായിട്ട് പെട്ടെന്ന് കമ്പനിയായി. നിന്റെ സ്ഥലം എവിടെയാടി? സ്ഥലം ഇച്ചിരി ഉള്ളിലോട്ടാണ് ചേട്ടാ, ബാലരാമപുരം. ഇവിടെ ചേട്ടൻ്റെ കൂടെയാണ്. നീ എന്തിനാടേ മറ്റേ മരണപ്പാച്ചിൽ ഓടിയത്? അല്ലേട്ടാ അത് വല്ല കട്ടിലടിന്ന് തൂക്കിയായിരിക്കും. എല്ലാവർക്കും അവന് പെട്ടെന്ന് അങ്ങ് ബോധിച്ചുകൊണ്ട് നമ്മളാരും അവൻ്റെ പാസിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയില്ല. പിന്നെ എല്ലാവരെയും അവനും കയ്യിലെടുത്ത് ഇതാ ഇങ്ങനെ. നമ്മൾ മിക്ക ദിവസവും എല്ലാവരും വൈകിട്ട് എവിടെയെങ്കിലുമൊക്കെ കൂടും. അപ്പോൾ അവനെയും വിളിക്കാറുണ്ട്. അവൻ അവിടെ ഗ്രൗണ്ടിൻ്റെ അടുത്തൊരു ചായക്കടയിലാണ് ജോലി. അവൻ്റെ ചേട്ടൻ്റെ കൂടെ. മനുവിന് സംസാരിക്കണതിനെ കാട്ടി അവന് കേൾക്കാനായിരുന്നു താല്പര്യം. ഇപ്പോൾ ഒരു കണക്കിന് നോക്കുമ്പോൾ നമുക്ക് അവനെ അറിയാവുന്നതിനെ കാട്ടി അവന് നമ്മളെ അറിയായിരുന്നു. പിന്നെയാണ് ഒരു ദിവസം അവൻ എനിക്കിട്ടുണ്ടാക്കണം. എടാ ഇവനെ നേരത്തെ ടീം എടുക്കാൻ തോന്നിയത്. അത് പിന്നെ മോളെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഫോട്ടോയ്ക്ക് ലൈക്ക് അടിച്ചത്. ഫോൺ വെക്കല്ലേ വെക്കല്ലേ. ഒരാഴ്ചത്തേക്കുള്ള ആയില്ലേ. എടാ ഒരു സാധനം കാണണോ? എന്തോന്നു കാണണോ വേണ്ടേ? നല്ല ഊളത്തരമായിരിക്കും.
ഇതൊന്നും അല്ല. അവളയച്ച എത്ര തള്ളാന്നറിയോ തള്ളേണ്ടി വരുന്നേ? ഓ ഇന്നയാളം പോയി. പോട്ടെ. അവനെന്ത് പറ്റി? ഒന്നുമില്ലടാ, ചുമ്മാ ഇതും കണ്ടിട്ടാവാൻ പോയതാ. ധാരാടാ ഒരുത്തി എന്ത് നാട്ടുകാരെ കാണിക്കാനാണോ എനിക്ക് തയ്ച്ചു തരണത്? നിനക്കെന്തടാ? നീ കാണണ്ടെങ്കിൽ നീ പോ. ഉളുപ്പുണ്ടോ നിനക്ക്? കയ്യടാ. എടാ 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 സീനാക്കണം. അത് കാണാൻ ഒരുത്തന് നിന്റെ കൂടെ ഞാൻ ഇവിടെ നിൽക്കണം. സംഭവം അങ്ങനെ അല്ലായിരുന്നല്ലോ. പക്ഷെ ഞാൻ പോയ ശേഷം അവന് വന്നത്. അവനെന്ത് പറ്റി? ഒന്നുമില്ലടാ, ചുമ്മാ ഇതും കണ്ടിട്ടാവാൻ പോയതാ. ഇതാരടാ? ഒരുത്തി എന്ത് പരിപാടിയാണ്ടാ കാണിക്കണേ? നീ ഇതിങ്ങനെ എല്ലാരും കാണിച്ചോണ്ട് നടക്കുവാണ്. നിനക്കെന്തറാ? എടാ ഞാൻ തോന്നും പോലെ ചെയ്യും. നീ ചുമ്മാ ഉണ്ടാക്കാൻ നിക്കല്ലേ ഏട്ടാ. വീട്ടിൽ നിന്ന് ഇറങ്ങടാ. അതിനുശേഷം ഞാൻ ഒരു വട്ടം അവനെ കാണാൻ പോയായിരുന്നു. അതെങ്ങനെയാണോ ചെയ്തേ? എടാ ഇന്നലത്തെ കേസാണെങ്കിൽ നീ ഇത്രയ്ക്ക് വിഷയമാക്കല്ലേ. എടാ തെണ്ടിത്തരമാണെന്നറിയാം, പക്ഷെ നമ്മുടെ എബിനായതുകൊണ്ടല്ലോ ഒന്നും പറയാത്തെ. നിങ്ങളുടെ എബിനായുണ്ടെങ്കിലും എന്തേലും പറഞ്ഞുകൂടായിരുന്നു? അതിനുശേഷം വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവ എല്ലാവരുമായിട്ടും കൂട്ടായതുകൊണ്ട് എബിനൊക്കെ പെട്ടെന്ന് അതങ്ങ് മറന്നു. എബിൻ്റെ അച്ഛന് ഗോൾഡ് ലോണിൻ്റെ ബിസിനസ്സാണ്. അപ്പം അതിൻ്റെ ചില പണിയൊക്കെ അവന് കൊടുക്കും. എനിക്കെൻ്റെ അച്ഛനെ ഭയങ്കര ബഹുമാനമാണ് കേട്ടോ. പക്ഷെ മോർ ദാൻ ദാറ്റ് നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. അവൻ പിന്നെ അവൻ്റെ അച്ഛൻ്റെ പേര് കേട്ടാലേ മുള്ളുന്നുണ്ട് പുള്ളിക്കാരന് എന്ത് ജോലി കൊടുത്താലും അവൻ അങ്ങ് ചെയ്യും. അതിലൊന്നാണ് ഈ ട്രാൻസ്പോർട്ട് പരിപാടി. അന്ന് ഇതുപോലത്തെ ഒരു പണി ഉണ്ടായിരുന്നു. മനു ഒരു ചായ. കടയിൽ വന്നു. ആടാ, ഇതും കൊണ്ട് ഇപ്പോഴേ വീട്ടിൽ കയറിയാലേ പിന്നെ എന്നെ രാത്രി വിടൂല. പയ്യെ കയറാം. എത്ര ഉണ്ട് പുതിയില്? ആർക്കറിയാം, ഞാൻ അവിടെ കടയിൽ നിന്ന് വാങ്ങും, വീട്ടിൽ കൊടുക്കും, അത്രയും തന്നെ. വന്ന് ശാലിന്റെ അവിടെ അല്ലേ? വന്ന് എന്താടാ
എടാ ആ ജോഷ് ഉള്ളൂർ ടീംസായിട്ട് അടിയാ. അവന്മാർ 6-7 പേരുണ്ട്. ഹരിയാ ഇപ്പൊ വിളിച്ചേ. വാ പോവാ. എടാ അവൾ വെച്ചിട്ട് വാടാ പോവാ. ഇതും കൊണ്ട് എങ്ങനെയാടാ അടിക്ക് പോണത്? എടാ മനുവിൻ്റെ കൊടുത്തിട്ടോ തിരിച്ചു വരുമ്പോൾ വാങ്ങാം. എടാ ഞാനും കൂടെ വരാം. വേണ്ട, നിനക്ക് ഒന്നാമതേ വരെ വള്ളിയില്ലേ, നീ ഇവിടെ ഇരി. ജിമ്മിനെ കൊണ്ടായിട്ട് എന്ത് കാര്യമില്ലേ? ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ എടാ മൂഞ്ചാ തങ്ങി വേണ്ടാ, ഞാനേ അതും കൊണ്ട് വീട്ടിൽ പോട്ട്. സമയമായി, അല്ലെങ്കിൽ അച്ഛൻ വെട്ട്. അപ്പം 2 ചായ. മനു അവിടെ? അവനെന്തോ വെക്കണമെന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് വരുന്നല്ലോ. ചേടാ രാവിലെ ഒന്ന് അവനെ വിളിച്ചൊന്ന് വരാൻ പറയോ? എടാ സ്വിച്ച് ഓഫാ. ശിഷ്, അവനെ വീട്ടിൽ പോയി എടുക്കാം, സമയമില്ല. എൻ്റെ വീട് എവിടെ? എൻ്റെ വീടോ? എൻ്റെ വീടിന്ന് കുറച്ചുണ്ടല്ലോ. അവിടെ എന്താ? ചേട്ടനോടല്ലേ അവൻ താമസം? എൻ്റെ വീടോ? ഞാൻ എന്തിനാ? അവൻ ചേട്ടൻ്റെ കൂടെ നിൽക്കുന്നതാണല്ലോ ഞങ്ങളുടെ പറഞ്ഞേ. അത് ശരി, അവനവൻ്റെ വീട്ടുകാരുടെ കൂടെ ആണല്ലോ നിൽക്കുന്നത്, ബാക്കിൽ വരമ്പിൻ്റെ അവിടെ. എവിടെ? കൃത്യം അറിഞ്ഞൂടാ, ആ വരമ്പിൻ്റെ അവിടെ എവിടെയാണ്. അപ്പൊ ചേട്ടൻ അവന് വലിയ പരിചയമൊന്നുമില്ലേ? ഏയ് അവനോട് വന്നിട്ട് 1 മാസമല്ലേ ഉള്ളൂ. എടാ നമ്മൾ കളിക്കാൻ പോയ ദിവസം ഏതായിരുന്നു? മനു വന്ന ദിവസമാണോ? അതൊരു 17ഓ 18ഓ ആണ്. ആ ശരിയാ, അവൻ ആ ഒരു സമയം എടുപ്പിച്ചാ ഇവിടെ കയറിയത്. ചേട്ടാ ആ വരമ്പ എവിടെന്നാ പറഞ്ഞേ? പിന്നെ ആരും അവനെ കണ്ടിട്ടുമില്ല, ഫോണും പോകുന്നില്ല. എബിൻ്റെ വീട്ടിലെന്തായെന്ന് നമ്മൾ ചോദിച്ചില്ല, പക്ഷേ അവനെ കണ്ടപ്പോൾ പിടികിട്ടി. ചേട്ടാ എന്താ ശരിക്കും പറ്റിയേ? ആ പൂ അവ അതും കൊണ്ടങ്ങ് മുങ്ങി. ചിലപ്പം സാധനം കൊണ്ടുപോകണ വഴിക്ക് എന്തെങ്കിലും പറ്റിയതാവാം. ആർക്കറിയാം. പിന്നെ എന്തിനാ ഇത്രയും കള്ളങ്ങൾ? ചിലപ്പോ പറയാൻ നല്ലതൊന്നും കാണൂലായിരിക്കും. നിങ്ങൾ സത്യം മാത്രമേ പറയാറുള്ളൂ? എന്തായാലും സാധനം കയ്യിലില്ലാതെ നമ്മുടെ അടുത്ത് വരാൻ പറ്റില്ല എന്ന് അവനറിയാം. അവസാനം അവനറിയാവുന്നത് അവൻ ചെയ്തു, അവൻ ഓടി.